ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ മാതാജി. കൃഷ്ണ. ദേവ പ്രസീദ പരപുരുഷ താപവല്ലി നിർലോനിതാത്ര സമനേത്ര കലാവിലാസിൻ കേദാനപാ ഗുരു കൃപാ ഗുരു കടാക്ഷേ ഇത്യാദി തേന മുദിതേന ചിരന്നുദോഹൂ. ഹരേ കൃഷ്ണ. ദേവപ്രസീത പരപുരുഷതാപവല്യേ നിർലൂനിതാദ്ര സമനേത്ര കലാവിലാസിൻ ഹേദാനപാകരു കൃപാഗുരു കടാക്ഷേ ഇത്യാദി തേന മുദിനിതേന ചിരന്നുദോഹൂ. ഹരേ കൃഷ്ണ. വായിക്കേ. ഹരേ കൃഷ്ണ. ദേവ പ്രസീദ പരം പുരുഷ താപവല്യേ നിർലോനിതാദ്ര സമനേത്ര കലാവിലാസീൻ കേദാനപാഗുരു കൃപാ ഗുരു കടാക്ഷേ ഇത്യാദി ഹരേ കൃഷ്ണ. ആരപ്പം വായിക്കുന്നുണ്ടായിരുന്നു? അവരോട് ഒന്ന് വായിച്ചോളൂ. ദേവപ്രസീദ പരപൂരുഷതാപവല്ലീ നിർലൂനാദ്ര സമനേത്ര കലാവിലാസിൻ വേദാനപാഗുരു കൃപാ ഗുരു കടാക്ഷൈ ഇത്യാദി തേന മുദിതേന ചിരം നുദോഹു. ഹരേ കൃഷ്ണ. അങ്ങനെ ഭഗവാനാണെന്നുണ്ടെങ്കിൽ ആ ഈശ്വരത്തില് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ മൊത്തവും പ്രകാശം കൊണ്ട് നിറഞ്ഞു. ശംഖചക്ര ഗദാധാരിയായിട്ട് ദേവകിയുടെ വസുദേവന്റെ മുന്നിൽ ഭഗവാന് നിൽക്കുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്? ദേവ പ്രസീദ പരപൂരുഷ താപവല്ലി, അല്ലയോ പരബ്രഹ്മമൂർത്തിയായ ഭഗവാനെ, എന്നിട്ട് എന്താ പറയുന്നത്? പ്രസാദിക്കണേ, ദേവപ്രസീത, അങ്ങ് ഞങ്ങളോട് പ്രസാദിക്കണേ. വസുദേവരുടെ സ്തുതിയാ പറയുന്നത്, കുറച്ച് പറയുന്നുള്ളൂ, എന്നാൽ തന്നെ അതിൻ്റെയായി പറയുന്നത്. നെല്ലോനിതാത്ര സമനേത്ര കലാവിലാസേൻ, എല്ലാത്തിന്റെ എല്ലാ ദുഃഖങ്ങളേടെ വള്ളി അറക്കുന്നതായിട്ടുള്ള അങ്ങയുടെ ആ ഒരു കടാശം മാത്രം മതിയല്ലോ. അങ്ങനെ കടാശിക്കുന്നതായിട്ടുള്ള ഭഗവാനെ, എന്നിട്ടോ ഹേദാനപാഗുരു കൃപാ ഗുരുവീ കടാശേ, കരുണ നിറഞ്ഞ തിരുകടാശങ്ങളെ കൊണ്ട് കടാശിക്കുന്നതായിട്ടുള്ള ആ ഭഗവാനെ എന്താ വേണ്ടുന്നത്? എന്റെ ദുഃഖം മുഴുവനായിട്ട് നീക്കിക്കളയണേ. ഹേദാനപാഗുരു കൃപാ ഗുരുവീ കടാശേ, അങ്ങയുടെ ആ കടാശം എന്റെയും കൂടി ഈ ദുഃഖങ്ങളെ അറക്കുമാറാകണേ. ഇത്യാദി തേന മുദിതം മുദിതേന ചിരം നിദോഭൂം. വസുദേവര് അങ്ങനെ ഭഗവാനെ സ്തുതിക്കുന്നു. ദേവ പ്രസീദ പരപൂരുഷ താപവല്ലി നിലോനിതാത്ര സമനേത്ര കലാവിലാസിൻ ഹേദാനപാഗുരു കൃപാ ഗുരുവീ കടാശേ ഇത്യാദി തേന മുദിതേന ചിരം നുദോഭൂ. അല്ലയോ പരബ്രഹ്മമൂർത്തേ, അല്ലയോ കാരുണ്യവാനായിട്ടുള്ള ഭഗവാനെ, അങ്ങയുടെ ആ ഒരു കടാശം മാത്രം മതി എല്ലാ ദുഃഖങ്ങളെയും അറക്കുന്നതായിട്ടുള്ളതാണ് അങ്ങയുടെ കടാശം. അങ്ങയുടെ ആ കടാശം കൊണ്ട് എന്ത് ചെയ്യണം? കേദാനപാഗുരു, എന്റെയും കൂടി ഈ എല്ലാവരും ദുഃഖങ്ങളും മാറ്റി എന്നെയും കൂടി കടാശിക്കണേ ഭഗവാനേ എന്ന് പറഞ്ഞിട്ട് വസുദേവര് ഇവിടെ സ്തുതിക്കുകയാണ്. ആരാ വസുദേവര്? അപ്പുറത്തെ ചേട്ടനോ? വസുദേവരാരാ? ഒട്ടനെ ഉത്തരം വരണോ? തമേവ ബാന്ധവനുപാതി സർവം സർവമിതം വിഭാതി ഇന്ദ്രിയേഭ്യാപരാഹർത്യാർത്തേ വ്യച്ച പരം മനസസ്തു പരാ ബുദ്ധിരാത്മാ മഹാൻ പരം മഹതാ പരമവ്യക്തം അവ്യക്താ പുരുഷപരം പുരുഷാനപരങ്കിഞ്ചേ സാകാഷ്ടാസാപരാഗതി. ഭഗവാനെ സ്തുതിക്കുന്നതാണ് വസുദേവര്. ഇങ്ങനെയുള്ള ഒരുപാട് സ്തുതിയുണ്ട്, പക്ഷെ നമുക്ക് കുറച്ച് മാത്രമേ പട്ടതിരിപ്പാട് പറഞ്ഞിട്ടുള്ളൂ. എല്ലാ ദുഃഖത്തിന്റെയും അറിഞ്ഞു വരുത്തുന്നതായിട്ടുള്ള ആ കൃപാകടാശിയായിട്ടുള്ള ഭഗവാനെ, കാരുണ്യവാനായിട്ടുള്ള ഭഗവാനെ, അങ്ങയുടെ ആ ഒരു ഈക്ഷണം കൊണ്ട് മാത്രം ദുഃഖങ്ങളെല്ലാം അറക്കുന്നുണ്ട്. ആ ഈക്ഷണം കൊണ്ട് എന്നെയും കൂടി എന്റെയും ഈ ദുഃഖങ്ങളെല്ലാം അറുത്തു മാറ്റി എന്റെയും കൂടി പ്രസാദിക്കണേ ഭഗവാനെ എന്നുള്ള പ്രാർത്ഥനയാണ് വസുദേവരിവിടെ ചെയ്യുന്നത്. മാത്രാചനേത്രവല്യാത്രവല്യാസ്ത്രീരഭീഷ്ഠിത ഗുണാ കരുണാലയസ്തം പ്രാചീരജന്മയുഗളം പ്രതിബോധ്യതാഭ്യാമാതുർഗിരാദിതമാനുഷബാലവേശ. മാത്രാചനേത്ര സലിലാശ്രിത ഗാത്രവല്യ,
സ്വത്രൈരഭീഷ്ടിത ഗുണ കരുണാലയസ്തം പ്രാചീന ജന്മയുഗലം പ്രതിബോധ്യതാഭ്യാ മാതൃഗിരാതിരിത മാനുഷബാലവേശ. കൃഷ്ണ 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 3 തവണ അവിടെ കൃഷ്ണ എന്ന് എഴുതൂ. എന്നിട്ട് സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. 3 തവണ അവിടെ കൃഷ്ണ 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 എന്ന് എഴുതുക. എന്നിട്ട് സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ അതുകൂടെ എഴുതും. എഴുതിയോ? പിള്ളേരെ എഴുതിയോ? എന്നിട്ട് അടുത്തത് വായിക്കാൻ. മാത്രാത്രമേന്ദ്രസലിനാദ്രഗാത്രവല്യാം സ്വത്രൈരവിഷ്ഠിത ഗുണ സ്വത്രൈരവിഷ്ഠിത ഗുണ കരുണാലയസ്താം പ്രാചീന ജന്മയുഗലം പ്രതിബോധ്യതാഭ്യാ മാതൃഗിരാതിരിത മാനുഷബാലവേശം. കൃഷ്ണ 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 സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. മാത്രാ ച നേത്ര സലിലാതൃത ഗാത്രവല്യ സ്വത്രൈരെ അഭീഷ്ടുത ഗുണ കരുണാലയസ്തം പ്രാചീന ജന്മയുഗളം പ്രതിബോധ്യതാഭ്യാം മാതൃഗിരാദിത മാനുഷ ബാലവേഷം. വായിക്കാമോ? ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. മാത്രാ ച നേത്ര സലിലാസ്തൃതഗാത്രവല്യ സ്തോത്രൈരഭിഷ്ടുത ഗുണ കരുണാലയസ്ത്വം പ്രാചീന ജന്മയുഗളം പ്രതിബോധ്യതാഭ്യാം മാധുർഗിരാദിത മാനുഷ ബാലവേഷം. കൃഷ്ണ 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 സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. മാത്ര ച നേത്ര സലിലാസ്ത്രഗാത്രവല്യ സ്തോത്രൈരഭിഷ്ടുത ഗുണകരുണാലയസ്തം പ്രാചീന ജന്മയുഗലം പ്രതിബോധ്യതാഭ്യാം മാധുർഗിരതിരിത മാനുഷ്യബാലവേഷം. കൃഷ്ണ 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 സർവത്ര നീട്ടിക്കോ. കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. അവിടെ കൃഷ്ണൻ മാനുഷ ബാലവേഷം. ബാലവേഷത്തിൽ വന്നിട്ട് കൈയും കാലും ഇട്ട് കടഞ്ഞ് കരയുന്ന ആ ശിശുവിന്റെ രൂപം അവിടെ ആയി എന്നുള്ളത്. അതിനായി കൃഷ്ണ നമ്മൾ വിളിക്കുന്നത്. ഹരേ കൃഷ്ണ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. മാത്രാ ച നേത്ര സലിലാതൃത ഗാത്രവല്യ സ്വത്രൈരഭീഷ്ടുത ഗുണ കരുണാലയസ്തം പ്രാചീന ജന്മയുഗളം പ്രതിബോധ്യതാഭ്യാ മാധുർഗിരാദിത മാനുഷ ബാലവേഷം. കൃഷ്ണ 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 സർവത്ര ഗോവിന്ദ ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഗോവിന്ദൻ അവിടെ വരണം. പ്രഭുജിമാരില്ലേ? പ്രഭുജിമാര് വിളിക്കൂ, വായിക്കൂ. മാത്രാ ച നേത്ര സലിലാസ്തൃത ഗാത്രവല്യ സ്തോത്രൈരഭിഷ്ടുത ഗുണ കരുണാലയസ്ത്വം പ്രാചീന ജന്മയുഗളം പ്രതിബോധ്യതാഭ്യാം മാധുർഗിരാദിത മാനുഷ ബാലവേഷം. കൃഷ്ണ 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 സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇന്നലെ കേറിയില്ലേ സുനില്? മാതാജി 2-3 ദിവസമായിട്ടില്ലായിരുന്നു മാതാജി. തൃശ്ശൂര് ഒരു മരണം ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ രാത്രിയിലാണ്. മാത്രാച നേത്ര ചലിനാദ്രത ഗാത്രവല്യ സ്വത്രൈര അഭീഷ്ടിത ഗുണ കരുണാലയസ്ഥം. നമുക്കതിനെ നമ്മൾ കണ്ടു. ഭഗവാൻ എങ്ങനെയാണ് അവിടെ വന്നത്? തമൽഭുതം ബാലകമംബുജേശനം ചതുർഭുജം ശംഖഗരാരുധായുധം. ചതുർഭുജധാരിയായിട്ടാണ് ഭഗവാൻ അവരുടെ മുന്നിൽ ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. ശംഖചക്ര ഗദാധാരിയായിട്ട്, പീതാംബരം, കൗസ്തുഭമാല, വൈഡൂര്യമായിട്ടുള്ള കിരീടകുണ്ടലം,
അങ്ങനെ സഹസ്രകുന്തല ഉത്താമ കാഞ്ചകങ്കല കണാതാവി എന്ന് പറഞ്ഞാല് ചതുർഭുജധാരിയായിട്ടുള്ള വിഷ്ണു രൂപിയായിട്ടാണ് ഭഗവാൻ അവരുടെ മുന്നിൽ അവതരിച്ചത്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ വസുദേവരും ദേവകി മാറി മാറിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാനെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം ഭഗവാൻ പറയുന്നുണ്ട്, ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ജന്മത്തിൽ ഇപ്പോഴും നിങ്ങളുടെ കുട്ടിയായിട്ട് വന്നിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, പ്രശ്നി ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സുതപസിന്റെയും പ്രാർത്ഥന കൊണ്ട് മത്തലബ് തപസ് കൊണ്ടാണ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാൻ എന്താ ചെയ്തത്, പ്രത്യക്ഷപ്പെട്ടിട്ട് സമയത്ത് പറഞ്ഞു, അങ്ങയെ പോലുള്ള മകനെ ഞങ്ങൾക്ക് വേണം, അങ്ങയെ പോലുള്ള മകനെ വേണം, അങ്ങയെ പോലുള്ള മകനെ വേണം. പക്ഷെ അന്നേരം എന്താ, എന്നെ പോലുള്ള മകനെ ഞാൻ മാത്രമേ ഉള്ളൂ, എന്നെ പോലെ ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 3 തവണ അവർ പറഞ്ഞതുകൊണ്ട് 3 ജന്മങ്ങളിൽ ഭഗവാൻ അവരുടെ മകനായിട്ട് വരുന്നുള്ളതാ. ആദ്യത്തെ എന്ന് പറഞ്ഞ പ്രശ്നിഗർഭനായിട്ട് വന്നു, രണ്ടാമത് വാമനനായിട്ട് വന്നു, മൂന്നാമതാണെങ്കിൽ ഇപ്പം കൃഷ്ണാവതാരത്തില് ദേവകി വസുദേവരായിട്ട് വരുന്നുണ്ടെന്നുള്ളതാ. അങ്ങനെ എല്ലാ ഭഗവാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വസുദേവരും ദേവകി ദേവിയും വളരെ ഇതായിട്ട് സ്തുതിക്കുന്നുണ്ട്. ഭഗവാനെ അങ്ങ് ഈ രൂപത്തിൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ വിഷ്ണു രൂപത്തിൽ കണ്ടു കഴിഞ്ഞാൽ ആ മഹാദുഷ്ടനായിട്ടുള്ള കംസൻ ഇപ്പോൾ തന്നെ അങ്ങ് കൊല്ലും. അതുകൊണ്ട് അങ്ങ് ചെറിയ കുട്ടിയായിട്ട് മാറണം എന്ന് ദേവകി ദേവിയുടെ അപേക്ഷ അനുസരിച്ച് ഭഗവാൻ എന്താ ചെയ്യുന്നത്, ഭഗവാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാനുഷ്യ ബാലവേഷത്തിൽ വരുന്നു എന്നുള്ളതാണ്. കൈയും കാലും ഇട്ട് കരഞ്ഞ് കുടയുന്നോറ് അങ്ങനെയുള്ള ആ ഒരു കുഞ്ഞു വാവയായിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാൻ അവരുടെ മുന്നിൽ മാറിക്കഴിഞ്ഞു എന്നിട്ട് പറയുന്നുണ്ട്. അങ്ങനെ മാറിക്കഴിഞ്ഞ സമയത്ത് പറയുന്നുണ്ട്, എല്ലാ വിവരങ്ങളും വസുദേവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗോകുലത്തിലെ അമ്പാടിയിലാണെന്നുണ്ടെങ്കിൽ യശോദയും നന്ദവാവയുണ്ട്. അവരുടെ അവർക്കൊരു മകൾ പറഞ്ഞിട്ടുണ്ട്, ആ മകളെ ഇങ്ങെടുത്തോണ്ട് വരണം, എന്നെ അവിടെ കൊണ്ട് കിടത്തണം. യമുനയിൽ നിങ്ങളെ യാതൊന്നും കൊണ്ട് പേടിക്കേണ്ട, കയ്യിലെല്ലാം ചങ്ങല ഇട്ടിരിക്കുമല്ലേ, ആ ചങ്ങലകളെല്ലാം അന്നേരം തന്നെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാറി 7 വാതിലുകളാണ് ആ കാരാഗ്രഹത്തിനുള്ളത്. പക്ഷെ 7 വാതിലും മലർക്ക തുറന്നിട്ടു എല്ലാ സൈനികരും എല്ലാ കാവൽക്കാരും ആണെന്നുണ്ടെങ്കിൽ അഗാധമായ നിദ്രയിലായി പോകുന്നു. ഭഗവാൻ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. അങ്ങനെ ആ മാനുഷ ബാലജന്മത്തില് ഭഗവാൻ അവിടെ കൈയും കാലും കൊടഞ്ഞു കളിക്കുന്ന ആ സമയമാണ് നമ്മൾ കൃഷ്ണ 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 ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഭഗവാനെ കംസന്റെ ദൃഷ്ടിയിൽ നിന്ന് ഒളിപ്പിക്കുന്നതിന് വേണ്ടി ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച ഉണ്ണികൃഷ്ണനെ ഗോകുലത്തിലേക്ക് വസുദേവര് കൊണ്ടുപോകുന്നതാണ്. ഇനി അടുത്തത്, സ്വൽപ്രേരിത തദനു നന്ദ തനൂജയാതേ വിദ്യാസമാരജയിരം ചകിസൂര്യസൂനു സാഹസ്തയോരധൃത ചിത്തവിതാര്യമാരേ അംബോരുഹസ്ത കളകംസ കിശോര രമ്യ. തൽപ്രേരിത തദനു നന്ദ തനൂജയാതേ വ്യത്യാസമാരജയിരം സൂര്യസൂനു താം ഹസ്തയോരധൃത ചിത്തവിതാര്യമാരേ അംബോരുഹസ്തകലകം സകിശോര രമ്യ. ത്വൽപ്രേരിത തദനു നന്ദ തനൂജയാതേ വ്യത്യാസമാരജയിരം സൂര്യസൂനു താഹസ്തയോരധൃത ചിത്തവിതാരമാരേ അംബോരുഹസ്തകലകം സകിശോര രമ്യ. ത്വൽപ്രേരിത തദനു നന്ദ തനൂജയാതേ ത്വത് പ്രേരിത തദനു നന്ദ തനൂജയാതേ വ്യത്യാസമാരജയിതോ സൂര്യസൂനു താഹസ്തയോരധൃത ചിത്തവിതാര്യമാരേ അംബോരുഹസ്തകളകംസ കിശോര രമ്യം. ത്വത് പ്രേരിത തദനു നന്ദ തനൂജയാതേ വ്യത്യാസമാരജയിതോ സൂര്യസൂനു താം ഹസ്തയോരധൃത ചിത്തവിതാര്യമാരേ അംബോരുഹസ്തകളകംസ കിശോര രമ്യം. വായിച്ചാട്ട്. ഹരേ കൃഷ്ണ. ത്വത്പ്രേരിതതനു നന്ദതനുജയത്തെ വ്യത്യാസമാരജയിതും സഹി ശൂരസൂനും
ത്വാം ഹസ്തരോ ധൃത ചിത്തവിതാര്യമാരേ അംഭോരുഹസ്ത കരഹംസ കിശോരരമ്യാം. ഹരേ ഹരി ബോൾ. കൃഷ്ണ. നെക്സ്റ്റ്. ഹരേ നമോ ഭഗവതേ വാസുദേവായ. തനുജയാദേ വ്യത്യാസമാരയിതും സഹിചൂരസൂനും ത്വം ഹസ്തയോരൈതൃത ചിത്തവിദാര്യമാരൈരംഭോരുഹസ്തകളഹം സകിശോരരമ്യം. ഹരേ കൃഷ്ണ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. നെക്സ്റ്റ്. ഹരേ കൃഷ്ണ മാതാജി. തനുജയാദേ വ്യത്യാസമാരചൈതും സഹിശൂരസൂനോ സംഹസ്തയോരയതിത ചിത്തവിദാര്യമാരൈ എംബോരുഹസ്തകളകം സകിശോരരമ്യം. ഹരേ കൃഷ്ണ. നെക്സ്റ്റ് ഒരാളോട് വായിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ത്വത്പ്രേരിതസ്തദനു നന്ദതനുജയാത്തെ വ്യത്യാസമാരചയിതും സഹിശൂരസൂനു ത്വാം ഹസ്തയോരഥിത ചിത്തവിധാര്യമാരേ അംഭോരുഹസ്ത കലഹംസ കിശോരരമ്യം. ഹരി ബോൾ. ഹരേ കൃഷ്ണ. ഇനി ഒരു പ്രവചോട് വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ത്വൽപ്രേരിതസ്തദനു നന്ദതനുജയാത്തെ വ്യത്യാസമാരചയിതും സഹി ശൂരസൂനു ത്വാം ഹസ്തയോരജിത ചിത്തവിധാര്യമാരൈരംഭോരുഹസ്തകളഹംസ കിശോരരമ്യം. ഹരേ കൃഷ്ണ. ഹരി ബോൾ. അന്നേരം ഇവിടെ എന്താ പറയുന്നത്? ത്വത്പ്രേരിത തദനു നന്ദതനുജയാത്തെ പറഞ്ഞില്ലേ, മാനുഷ ബാലവേഷത്തില് ഭഗവാൻ അവിടെ നിൽക്കുന്നു. എന്നിട്ട് എല്ലാം പറഞ്ഞു കൊടുത്തു, എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തു. എന്നെ കൊണ്ടു ചെന്നിട്ട് അമ്പാടിയിലാക്കണം. അമ്പാടിയിൽ നിന്നിട്ട് ദേവകി ദേവി, നന്ദഗോപരുടെ ഭാര്യയായിട്ടുള്ള ദേവകി ദേവി ഒരു പെൺകുട്ടിയെ പ്രസവിച്ചിട്ടുണ്ട്. ആ പെൺകുട്ടിയെ എടുത്ത് ഇവിടെ കൊണ്ടുവരണം. ത്വത് പ്രേരിത തദനു നന്ദ തനൂജയാത്തെ, അങ്ങയുടെ ആ പ്രേരണ അനുസരിച്ചിട്ട് എന്ത് ചെയ്തു? വ്യത്യാസമാരചയിതും സൂര്യസൂനു സൂരസൂനുമായിട്ട് വസുദേവര് എന്തായി? സൂര്യസേനപുത്രനായിട്ടുള്ള വസുദേവൻ എന്താ ചെയ്യുന്നത്? ഭഗവാന്റെ ത്വത്പ്രേരിത തദനു, നിന്തിരുവടിയുടെ പ്രേരിതം അനുസരിച്ചിട്ട് എന്താ ചെയ്യുന്നത്? നന്ദഗോപുരുടെ മകളയുമായിട്ട് ഒരു വ്യത്യാസം മാരജയിതും സൂര്യസൂനു, ഒരു മാറ്റം മാറ്റം എന്താ നമ്മൾ പറയുന്നത്? മാറ്റക്കച്ചവടം എന്ന് പറയത്തില്ലേ? അങ്ങനെ വെച്ച് മാറ്റം ചെയ്യത്തില്ലേ? വെച്ച് മാറ്റം എന്തുവാ? അവിടുത്തെ പെൺകൊച്ചിനെ ഇവിടെ കൊണ്ടുവന്നു, ഇവിടുത്തെ ആൺകുട്ടിയെ അവിടെ കൊടുത്തു എന്നുള്ളത്. പക്ഷെ ഇതാരെങ്കിലും അറിയുന്നുണ്ടോ? ഇല്ല. വെറും ഭഗവാനും പിന്നെ ദേവകി ദേവി വസുദേവർക്ക് മാത്രമേ, ഈ 3 പേർക്ക് മാത്രമേ ഇത് അറിയുന്നുള്ളതാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മഹാമായ ചെന്നിട്ട് എല്ലാവരെയും ഉറക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. അവർക്കാർക്കും ഒന്നും അറിയില്ല. എല്ലാ വാതിലുകളെല്ലാം തുറന്നു കിടക്കുവാണെന്നുള്ളതാണ്. ഇവിടെ നിന്നിട്ടാണെങ്കിൽ സൂര്യസൂനുമായിട്ടുള്ള ആ വസുദേവരാണെന്നുണ്ടെങ്കിൽ ഭഗവാനെ തന്റെ മാറോടണച്ചൊരു താമരപ്പൂവിനെ എങ്ങനെയാ നമ്മള് ഇത് ചെയ്യുന്നത്? സൂക്ഷിച്ചു കൊണ്ടുവന്ന് അതിസൂക്ഷ്മമായിട്ട് മാറോടണച്ച് അത്രയ്ക്ക് നോക്കൂ. യോഗീന്ദ്രന്മാർ പോലും എപ്പോഴും ഭഗവാനെ ആഗ്രഹിക്കുന്ന ആ യോഗീന്ദ്രന്മാർക്ക് പോലും ഭഗവാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്റെ രൂപം കാണിച്ചു കൊടുക്കില്ല എന്നുള്ളതാ. പക്ഷെ ആ ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് ഭഗവാൻ എന്തെല്ലാം ചെയ്തത് നോക്കുപോലും. അതാണ് ഭഗവാന്. ആ ഭക്തിയിലുണ്ടല്ലോ, നമ്മൾ ആരാധിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഭഗവാന് നമ്മളെ എല്ലാ തരത്തിലും നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ളതാണ്. ഇപ്പം തന്നെ ഇതിനകത്ത് തന്നെ ഓരോരുത്തർക്കും ഓരോരോ അനുഭവങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. സാക്ഷ്യം പറയാനുള്ള അനുഭവം പോലും ഇതിനകത്തുണ്ടെന്നുള്ളത് ഓരോരുത്തരും എന്നോട് പറയുന്നുണ്ട്. ആ കാരുണ്യവാനായിട്ടുള്ള ഭഗവാന് ഭക്തി മാത്രമാണ് വേണ്ടത്, നിങ്ങളുടെ വേറെ ഒന്നും വേണ്ട എന്നുള്ളതാ. ആ ഭക്തിയിൽ അതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ മുന്നോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യും? മുന്നോട്ട് വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈപിടിച്ച് നടത്താൻ ഭഗവാൻ തന്നെ ഈ ഭൂമിയിലേക്ക് വിട്ടിട്ടുണ്ട് ആൾക്കാരെ. എന്താ ഭഗവാൻ സ്വയം വരാൻ എല്ലാവരെയും കൈപിടിച്ച് നടത്തുന്നുണ്ട്. എന്നാൽ തന്നെയും നമ്മളെ പോലെയുള്ള വിഡ്ഢികളായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്, കലിയുഗത്തിലെ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ എന്ത് ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ? ഗുരുക്കന്മാരെ വിടുന്നു. അല്ലെ, ആ ഗുരുക്കന്മാരുടെ ഉപദേശം അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, തീർച്ചയായിട്ടും നമുക്ക് ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവും എന്നുള്ളതാണ്. അല്ലെ, ഇപ്പം തന്നെ നോക്കൂ, പറയുന്നുണ്ട് യോഗീന്ദ്രാണാന്തതങ്കേഷധിക സുമധുരം മുക്തിഭാജാ നിവാസം ഭക്താനാ കാമവർഷദ്വരസലയം നാദതേ പാദമൂലം.
യോഗീന്ദ്രാണാതരംഗേശരിയസുമധുരം വ്യക്തിമുക്തിഭാജാനിവാസു. മുക്തിക്ക് വേണ്ടിയിട്ട് അവരിങ്ങനെ യോഗീന്ദ്രന്മാര് ലക്ഷക്കണക്കിന് വർഷങ്ങളാണ് തപസ് ചെയ്യുന്നത്. പക്ഷെ അവർക്ക് എന്താ ഭഗവാന്റെ ആൺകുട്ടി മാസ്ത്രേന ഒരു വെളിച്ചം മാത്രമേ കാണിച്ചു കൊടുക്കൂ, തള്ളവരന്റെയോ വെളിച്ചം മാത്രമേ കാണിച്ചു കൊടുക്കൂ. പക്ഷെ ഭക്താനാം കാമവർഷലയം നാദതേ പാദമൂലം. ഭക്തന്മാർക്കോ ഭഗവാൻ അവിടെ നിന്നു കൊടുക്കുക എന്നുള്ളതാ. പട്ടതിരിപ്പാടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 99 ദശകങ്ങളിൽ എഴുതി കഴിഞ്ഞു. അദ്ദേഹം എന്താ വിചാരിച്ചത്? 18,000 ശ്ലോകമുള്ള ഭാഗവതം മൊത്തമാണെന്നുണ്ടെങ്കിൽ സംഗ്രഹിച്ചിട്ട് 100 ദശകമാക്കി 100 ദിവസം ഭജനം ഇരിക്കുന്നത്. ആ 100 ദശകമാക്കിയിട്ട് ഭഗവാന്റെ തൃക്കാൽക്കൽ വെക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചിരുന്നത്. പക്ഷേ 99 ദശം ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമസ്കാരം വരെ കഴിഞ്ഞു എന്നുള്ളത് എല്ലാം എഴുതി കഴിഞ്ഞു. ഇനി ഒന്നുമില്ല എഴുതാനെ കൊണ്ട്. അങ്ങനെ സഞ്ജന വ്യസനിച്ചിരിക്കുന്ന സമയത്തുണ്ടല്ലോ ഭഗവാൻ എന്താ കാണിച്ചു കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ പട്ടതിരിപ്പാടെ നീ വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്താ ഭഗവാൻ സ്വയമാണെന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ശ്രീകോവിലിൽ വിളങ്ങി നിന്നു കൊടുക്കുകയാണെന്നുള്ളതാ. ആരൊക്കെയായിട്ടാം? ഗോപികമാരും ഗോപന്മാരും എന്ന് പറയേണ്ട നാരദാദി മുനികളും അങ്ങനെ സകലരുമായിട്ട് ആ ശ്രീകോവിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാന് നിന്നു കൊടുക്കുക. എഴുതിക്കോളൂ ഭട്ടതിരിപ്പാടെ, ഞാനിവിടെ ഉണ്ട്, അങ്ങനെ വിഷമിക്കുന്നത് എന്തിനാണ് എന്ന് പറഞ്ഞു വെച്ചുവാണെന്നുണ്ടെങ്കിൽ നിന്നു കൊടുത്തു എന്നുള്ളത്. അന്നേരം ആ ഭഗവാന്റെ ആ കൈശോര രൂപമാ നമുക്ക് 100-ാമത്തെ ദശകത്തിൽ ഭട്ടതിരിപ്പാട് വർണ്ണിക്കുന്നതെന്നുള്ളത്. ഞാൻ പറയുന്നത് ഭഗവാന്റെ കേശാധിപാത വർണ്ണനമാണെന്നുള്ള. കേശം തൊട്ടാണ് ഭട്ടതിരിപ്പാട് വർണ്ണിക്കുന്നതെന്നുള്ളത്. അഗ്രേ പശ്യാമി തേജോ നിപുണതരകളായ വലിലോഭനീയം പീയൂഷാപ്ലാവിദോഹ തതുതരേ ദിവ്യകൈശോരവേഷം. അഗ്രേ പശ്യാമി, ഞാനിതാ കാണുന്നു. എന്താ കാണുന്നത്? തേജോ ദിവിടതരകളായ വലിയ ലോപനീയം പീയൂഷാപ്ലാവിദോഹം തതുതരേ ദിവ്യകൈശോരവേഷം. അങ്ങനെ കാലെല്ലാം കൂടെ പടച്ചു വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഓടക്കുള്ളിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന ആ കൈശോര വേഷത്തെ ആ ഭഗവാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭട്ടതിരിപ്പാടിന് കാണിച്ചു കൊടുക്കുന്നത്. എഴുതിക്കോളൂ, ഇനി എതിരിക്കൂടുതൽ എന്താ വേണ്ടുന്നതെന്നാ ഭഗവാൻ ചോദിക്കുന്നത് എന്നുള്ളത്. നമുക്ക് പോലും ഭക്തന്മാരെ എപ്പോഴും കാരുണ്യവാനായിട്ടുള്ള ആ ഭഗവാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും കൈവിടിയില്ല എന്നുള്ളത്. എന്ത് നമ്മുടെ ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം നമുക്ക് സാധിച്ചു തരും എന്നുള്ളതാണ്. അവിടെ ആരൊക്കെ ഉള്ളായിരുന്നു നോക്കൂ. കാരുണ്യാരംഭരമം പരമസുഖരസാദരോമാഞ്ചിതാംഗി ആവീതം നാരദാദേ വിലസതവനേശ സുന്ദരീ മണ്ഡലേച്ച്. നാരദരും ഗോപികമാരും അങ്ങനെ വേണ്ട എല്ലാവരും ഉൾപ്പെടെ ഭഗവാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കൈശോര വേഷത്തിൽ അങ്ങനെ നിൽക്കുക എന്നുള്ളതാ. എന്താണെന്ന് നോക്കൂലും കായാമ്പൂ കള്ളറ് കാർമേഘ ഇപ്പം പെയ്തിറങ്ങാൻ പോകുന്ന കാർമേഘത്തിന്റെ കള്ളറാ ഭഗവാൻ എന്നുള്ളതാ. ആ ഭഗവാന്റെ ആ തൃപ്പാദത്തില് എല്ലാം സമർപ്പിച്ചാണ് ഭട്ടതിരിപ്പാട് അവിടെ പോയി എന്നുള്ളതാ. കണ്ടില്ലേ, അദ്ദേഹത്തിന്റെ വാതരോഗം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഭട്ടതിരിപ്പാട് അവിടെ പോയി എന്നുള്ളതാ. അങ്ങനെ വാതാലയേശൻ എന്നുള്ള പേരും കൂടി ഭഗവാന് കിട്ടിയെന്നുള്ളതാ. ഭട്ടതിരിപ്പാടിന്റെ വാതരോഗം എല്ലാം പോയി നല്ല സുഖം പ്രാപിച്ച് എത്രയോ വർഷക്കാലം അദ്ദേഹം മുന്നോട്ട് ജീവിച്ചെന്നറിയാമോ. അതും വളരെ പണ്ഡിതനായിട്ട് ഭഗവാന്റെ കർണാമൃത എല്ലാ കാര്യങ്ങളും രചിച്ചങ്ങനെ സന്തോഷത്തിൽ ആനന്ദത്തിൽ ആറാട്ടിയ പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതം മുന്നോട്ട് പോയെന്നുള്ളതാ. നമ്മളായി കഴിഞ്ഞു കഴിഞ്ഞാലും എന്താ ഭഗവാന്റെ ആ കാരുണ്യമായിട്ടുള്ള ആ കാരുണ്യ രൂപന്റെ ആ കാരുണ്യം കടാശം നമ്മളിൽ പതിഞ്ഞു കഴിഞ്ഞാൽ ഒരു നിമിഷം നമ്മളിൽ ഒന്ന് പതിഞ്ഞാൽ മതി എന്നുള്ള. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സർവം പരിത്യജ്യ. അത് ഞാൻ പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ അടിച്ചു ഓടിക്കും. എല്ലാം ത്യജിച്ചിട്ട് എന്റെ പാദത്തിൽ നീ സമർപ്പിക്കൂ നിന്റെ ജീവിതം എന്നാണ് ഭഗവാൻ പറയുന്നത് എന്നുള്ളത്. അതൊക്കെ പിന്നെ മുന്നോട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് സർവം പരിത്യജ്യം അമേകം ശരണം പ്രജ എന്ന് പറയുന്നത്. അങ്ങനെ ഭഗവാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സൂര്യശൂനുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? അങ്ങയുടെ പ്രേരണ അനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ വസുദേവര് കുട്ടിയും കൊണ്ട് പോകുന്നു. ഇങ്ങനെ മാറോട് അനച്ചിട്ട് കൊണ്ടുപോകുന്നു. നമ്മൾ ചില ഫോട്ടോകളിൽ കണ്ടിട്ടുണ്ട് ഇതേപോലെ കൊട്ട വെച്ചുകൊണ്ട് പോകുന്നത് കാണുന്നുണ്ട്. എന്താണ് ഘോരമായിട്ടുള്ള മഴ നടക്കുന്ന, ഇടിവെട്ടിയുള്ള മഴ. അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു മഴ എങ്ങും സംഭവിച്ചിട്ടില്ല എന്നുള്ളത്. ആ രാത്രി എന്ന് പറഞ്ഞാൽ കാളരാത്രി പോലുള്ള അത്രയും ഇരുട്ടും മഴയും ഇടിയും മിന്നലും കൂടെ ഒരു മിന്നൽ കാണിക്കുക. എന്താ? വഴി കാട്ടി കൊടുക്കാനെന്നുള്ളത്. യമുനയോ കുത്തി ഒഴുകുക എന്നുള്ളത്. അത്രയ്ക്കും ഭയാനകമായിട്ടാ യമുന ഒഴുകുന്നത്. ഇവിടെ വന്നിട്ടാണ് ഇവിടെ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വസുദേവര് യമുനാ ദേവിയോട് പ്രാർത്ഥിച്ചപ്പം വഴിമാറി കൊടുത്തു എന്നുള്ളതാണ്.
എന്നിട്ട് എന്താ ഭഗവാനെ കൊട്ട വെച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നമ്മൾ കാണുന്നുണ്ട് ഭഗവാന്റെ ഒരു കാല് താഴോട്ടായിട്ടിരിക്കുന്നു. യമുനാമയ്യക്ക് എന്താ ഭഗവാനെ ഒന്ന് നമസ്കരിക്കണം, ആ തൃപാദങ്ങളിൽ ഒന്ന് പ്രണമിക്കണം. അതിനു വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ യമുനാദേവി എന്താ ചെയ്യുന്നത്? നിങ്ങളൊക്കെ പറയും നദി എന്ന്, പക്ഷെ ഞങ്ങളെല്ലാം പറയും ദേവി എന്ന് പറയും. യമുനാദേവി എന്താ ചെയ്യുന്നത്? വെള്ളം ഇങ്ങനെ കുതിച്ചുയരുവാണെന്നുള്ളത്. വസുദേവരാണെന്നുണ്ടെങ്കിൽ തലയിൽ വെച്ചനെങ്കിലും കുട്ടിക്ക് വെള്ളം വരുമല്ലോ എന്നുള്ള പേടികൊണ്ട് പിന്നെ ഉയർത്തി പിടിക്കും. പക്ഷെ ഭഗവാൻ ഇത് മനസ്സിലായി, യമുനാമയ്യ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്ന്. ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാന്റെ ആ തൃപാദമാണെന്നുണ്ടെങ്കിൽ യമുനയില് ഒന്ന് തൊടാൻ വേണ്ടിയിട്ട്, യമുനാമയ്യക്ക് ഒന്ന് തൊടാൻ വേണ്ടിയിട്ട് കൊടുത്തു. അങ്ങനെ നമസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം യമുന വളരെ ശാന്തമായിട്ട് അവർക്ക് വഴി കൊടുത്തു. വസുദേവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കുട്ടിയും കൊണ്ട് എവിടെ വന്നു? ഗോകുലത്തിൽ വരുന്നു. ഇപ്പോഴും വൃന്ദാവനത്തിലാണെന്നുണ്ടെങ്കിൽ വസുദേവ് ഘാട്ട് എന്ന് പറയുന്ന ഒരു ഘാട്ടുണ്ട്. എന്താ? വസുദേവര് കുഞ്ഞിനെയും കൊണ്ട് വരുന്ന ആ സ്ഥലത്തിനാണ് വസുദേവ് ഘാട്ട് എന്ന് പറയുന്നത്. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ യാഥാ പശുപസത്മിനി യോഗ നിദ്രാ വിമുദ്രമതാകൃത പൗരലോകം ത്വൽപ്രേരണ കിമവചേത്രമചേതനൈര്യ ധാരേ സ്വയം വിഘടി സംഘടിതേ സുഗാഢം. ആ സമയത്ത് ആ കുട്ടിയും കൊണ്ട് വരുന്ന സമയത്തോ എങ്ങനെയാണ്? യാഥാ തഥാ പശുപസത്മിനി യോഗ നിദ്രാ വിമുദ്രിതമതാകൃത പൗരലോകം ത്വൽപ്രേരണ കിമവചേത്രമചേതനൈര്യത് ധാരേ സ്വയം വിഘടി സംഘടിതേ സുഗാഢം. യാഥാ തഥാ പശുപസത്മിനി യോഗ നിദ്രാ വിമുദ്രിതമതാകൃത പൗരലോകം ത്വൽപ്രേരണ കിമവചേതനൈര്യത് ധാരേ സ്വയം വിഘടി സംഘടിതേ സുഗാഢം. യാഥാ തഥാ പശുപസത്മിനി യോഗനിദ്ര. എല്ലാവരും ഇവിടെ യോഗനിദ്രയിലാ. യോഗമായി എന്നിട്ട് എല്ലാരെയും ഉറക്കി കഴിഞ്ഞൂടെ. നിദ്രാ വിമുദ്രമതാകൃത പൗരലോകം ത്വൽപ്രേരണ കിമവചേത്രമചേതനൈര്യത് ധാരേ സ്വയം വിഘടി സംഘടിതേ സുഗാഢം. ഒന്ന് വായിച്ച് വായിക്കൂ. ഹരേ കൃഷ്ണ മാതാജി. പശുപസന്മിനി യോഗ നിദ്രാ വിമുദ്രിത മതാകൃത പൗരലോകം ത്വൽപ്രേരണാൽ കിമിക ചിത്രമചേതനൈര്യാൽ ദ്വാരൈ സ്വയം വ്യാഘടിത സംഘടിത സുഗാഢം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജാതാ പശുപസത്മനി യോഗ നിദ്രാ വിമുദ്രിത മതാകൃത പൗരലോകം ത്വത്പ്രേരണാത് കിമിവ ചിത്രമചേതനൈര ദ്വാരേ സ്വയം വിഘടിത സംഘടിതൈ സുഗാഢം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യാഥാ തഥാ പശുപസ്മനി യോഗ നിദ്രാ വിമുദ്രിത മതാകൃത പൗരലോകം തത്പ്രേരണാൽ കിമിക ചിത്രമചേതനൈര്യം സ്വയം വിഘടേ സംഘടിതേ സുഗാഢം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇനി വായിക്കാത്തവരുണ്ടെങ്കിൽ വായിച്ചോളൂ. വായിക്കാത്തവര്. ഓം നമോ ഭഗവതേ വാസുദേവായ. ദാദാ പശുപസത്മിനി യോഗ നിദ്രാ വിമുദ്രിത മതാകൃത പൗരലോകം ത്വൽപ്രേരണാത്മകിമിവ വിചിത്രമേജൈസ്തൈ ദ്വാരേ സ്വയം വിഘടി സംഘടിതൈസ്ത സുഗാഢം. ഹരേ കൃഷ്ണ. അല്ല, ഈ വായിക്കുന്ന സമയത്തുണ്ടല്ലോ ഓരോ അക്ഷരം നല്ലതുപോലെ അത് ദൃഢമായിട്ട് വായിക്കണം കേട്ടാ, പകുതി വിഴുങ്ങണ്ട. യാഥാ തഥാ പശുപസത്മിനി യോഗ നിദ്രാ വിമുദ്രിത മതാകൃത പൗരലോകം നിദ്രാഭിമുദ്രിത മതാകൃത പൗരലോകം ത്വത്പ്രേരണ കിമവചേത്രമചേതനൈര്യത് ധാരേ സ്വയം വിഘടി സംഘടിതേ സുഗാഢം. ഒന്ന് വായിച്ചോളൂ. വായിക്കാത്തവരൊന്ന് വായിച്ചേ. ഹരേ കൃഷ്ണ മാതാജി. ജാതാ തഥാ പശുപസത്മിനി യോഗ നിദ്രാ വിമുദ്രിത പൗരലോകം ത്വത്പ്രേരണാത് കിമഹ ചിത്രമചേതനൈര്യ ദ്വാരേ സ്വയം വിഘടിത സംഘടിതൈ സുഗാഢം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. അതെ, ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ വായിച്ചോളൂ. വായിക്കാത്തവരെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജാതാ തഥാ പശുപസത്മനി
योगनिद्रां निद्राविमुद्रिता तथाकृत पौरलोकम् त्वत्प्रेरणात् किमिव चित्रमचेतै त्वादै स्वयं विकटी संगिडिതായി സുഗാഢം. ഹരേ കൃഷ്ണ. ഇത് കണ്ണിൽ എന്ത് പറ്റി? കണ്ണിലൊരു ഇച്ചിരി ഇതിന്റെ സ്റ്റാർട്ടിങ് ഉണ്ട്, അപ്പൊ അത് മരുന്ന് വെച്ചിരുന്നായിരുന്നു. ഹരേ കൃഷ്ണ. കുമിരത്തിന്റെ സ്റ്റാർട്ടിങ്ങോ? ഹരേ കൃഷ്ണ. അത് ശരി. നോക്കെ, ത്വത്പ്രേരണ കിമവ ചിത്ര അജേത നൈറിയത്. ചിത്ര അജേത നൈറിയത്. ത്വത്പ്രേരണാത് കിമിവ ചിത്ര അജേത നൈറിയത് ദാരേ സ്വയം വെഗടി സംഘടിതേ സുഗാഢം. ഇനി വായിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജാതാ പശുവ സത്മിനി യോഗ നിദ്രാവിമുദ്രിതമഥാകൃത പൗരലോകം തത്പ്രേരണാത്മിക ചിത്രമചേതനേ. അതല്ല, അവിടെ ത്വത്പ്രേരണാത്, അങ്ങയുടെ പ്രേരണാത്. ത്വത്പ്രേരണാത്മിക ചിത്രമചേതനൈര്യത് ദ്വാരൈ സ്വയം വഗടി സംഘടിതൈ സുഗാഢം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരു പ്രഭുജിയുടെ വായിച്ചു. ഹരേ കൃഷ്ണ മാതാജി. വായിച്ചു. ജാതാ തഥാ പശുപസത്മനി യോഗനിദ്രാവിമുദ്രിതമഥാകൃത പൗരലോകം ത്വത്പ്രേരണാത് കിമിവ ചിത്ര അചേതനൈര്യത് ത്വരൈ സ്വയം വ്യഘടി സംഘടിതൈ സുഗാഢം. ഹരി ഓ. ഹരേ കൃഷ്ണ. ജാതാതഥാ പശുപസത്മിനി യോഗനിദ്ര. ഗോകുലത്തിൽ കൊണ്ടുപോയ സമയത്ത്, അമ്പാടി കൊണ്ടുപോകുന്ന സമയത്തുണ്ടല്ലോ, എല്ലാവരും യോഗമായ ചെന്നിട്ട് എല്ലാവരെയും ഉറക്കി. നിദ്രാഭിമുദ്രമതാകൃത പൗരലോകം. അവിടെ യശോദ നന്ദഗോപുരും ബാക്കിയുള്ളവരും മാത്രമല്ല, ഗോകുലത്തിലെ ഒരു മനുഷ്യർക്കും ഉണർന്നിട്ടില്ല എന്നുള്ള, എല്ലാവരും അഗാഢമായിട്ടുള്ള ഉറക്കത്തിലാണെന്നുള്ളതാണ്. പൗരന്മാര് പോലും. ത്വൽപ്രേരണ കിമിവ ചിത്രമചേതനൈര്യത്. യാതൊരുവിധ അത്ഭുതത്തിന്റെ കാര്യമില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ പട്ടതിരിപ്പാട് തന്നെ പറയുമോ, എന്താ ധാരേ സ്വയം വെഗടി സംഘടിതേ സുഗാഢം. എത്രയോ ബന്ധിച്ചിരുന്ന കംസനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇരുമ്പല്ല, ഉരുക്കാണ്. ഉരുക്ക് ഇപ്പോഴായി കഴിഞ്ഞാൽ അവിടെ എല്ലാം ഈ ഭിത്തിയെല്ലാം ഉരുക്കാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെ ഒന്ന് തട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദേഹം എന്തോരു വേദനയായിരിക്കും എന്നറിയാമോ. അന്നേരം ഉരുക്കിന്റെയാണ് 7 കവാടങ്ങൾ ഉണ്ടായിരുന്നുള്ളത്. അന്നേരം ആ 7 കവാടങ്ങൾ മലർക്കെ തുറന്നിട്ടു വസുദേവരുടെയും ദേവകിയുടെയും വസുദേവരുടെ കയ്യിലെ ചങ്കലയെല്ലാം അഴിച്ചു കളഞ്ഞു. എന്നിട്ട് അവിടെ അതേപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ ഗാർഡ്സുകളെ എല്ലാവരും അഗാധമായിട്ടുള്ള ഗാഠനിദ്രയിൽ ആർത്തി ആ ഭഗവാനാണോ ഇവിടെ യോഗമായെ കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യിക്കാൻ പറ്റാത്തതെന്ന് ആര് പറയുന്നു? ത്വത്പ്രേരണാത് കിമവ ചിത്ര അചേതനേറിയത്. അങ്ങയുടെ പ്രേരണ. അത് ആരാ പറയുന്നത്? പട്ടതിരിപ്പാടല്ലേ. ഭഗവാനും പട്ടതിരിപ്പാടോട് ഞാൻ വർത്തമാനം പറയുക. അങ്ങയുടെ പ്രേരണയാലല്ലേ ഇതെല്ലാം നടക്കുന്നത്. ഇതൊന്നും വലിയൊരു അത്ഭുതമൊന്നുമല്ല. അങ്ങയെ കൊണ്ട് വിചാരിച്ചാൽ പറ്റാത്തതായിട്ട് യാതൊരു കാര്യങ്ങളും ഇല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം അങ്ങയുടേതാണ്. ഓരോ മനുഷ്യന്റെയും ഉള്ളിലിരിക്കുന്നത് ആരാണ്? സാക്ഷാൽ ഭഗവാൻ തന്നെയാണെന്നുള്ളതാ. എങ്ങനെയാ? ഒരു നമ്മുടെ ഈ തലമുടി നാരഴ എടുത്തു കഴിഞ്ഞാൽ അതിനെ 10,000 പാർട്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ ഒരു പാർട്ട് തലമുടി നാര ഇഴയാണെന്ന് ഓർത്തോണം. അല്ലെ, അതിന്റെ ഒരു അത്രയും ഒരു ചെറിയതായിട്ടുള്ള ഒരു പാർട്ടാണ് നമ്മുടെ എല്ലാം ഉള്ളില് പരമാത്മാരൂപത്തിൽ ഭഗവാൻ വസിക്കുന്നത്. ആ പരമാത്മാവ് പോയി കഴിയുമ്പോഴല്ലേ നമ്മുടെ എത്രയോ വലിയ നല്ലതായിട്ട് സൂക്ഷിക്കുന്ന ശരീരം തടി വെട്ടിയിട്ട തടി പോലെ ശവമായിട്ട് കിടക്കുന്നത്. അന്നേരം നമ്മുടെ ഉള്ളിലെ ശിവം പോകുമ്പോഴാണ് നമ്മൾ ശവമാവുന്നതെന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കുമല്ലോ. ഇങ്ങനെ അതേ കുഞ്ഞായിട്ടുള്ള മൈക്രോസ്കോപ്പ് കൊണ്ടുപോലും കാണാൻ പറ്റാത്ത ഒരു സാധനം നമ്മുടെ ഉള്ളിലിരിക്കുന്ന നമ്മളെ എല്ലാവരെയും നയിക്കുന്നതെന്നുള്ളത്. അങ്ങനെയുള്ള ആ ഭഗവാനാണോ ഇത് വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റാത്തതെന്ന് പട്ടതിരിപ്പാട് സ്വയം പറയുകയാണെന്നുള്ളത്. എന്ത് വിചാരിച്ചു കഴിഞ്ഞാല് ഗോകുലത്തില് യോഗനിദ്രയില് എല്ലാവരെയും ആഴ്ത്താനാണോ ഭഗവാന് പ്രയാസം എന്ന് പറയുക പട്ടതിരിപ്പാട്. ശേഷേണ ഭൂരിവണമാരിതവാരിനാഥ ശൈര്യം പ്രദർശിത പദോ മണിദീപിതേന താം ധാരയൻ സകലു ധന്യതമാ പ്രദസ്തേ
സ്വയം ത്വമീശ മമ നാശയ രോഗവേഗാൻ ശേഷേണ ഭൂരിവണവാരിതവാരിനാഥ സ്വൈരം പ്രദർശിതപദോ മണിദീപിതേന താം ധാരയൻ സകലോ ധന്യതമാപ്രദസ്തേ സ്വയം ത്വമീശ മമ നാശയ രോഗവേഗാം ശേഷേണ ഭൂരിവണവാരിതവാരിനാഥ സ്വൈരം പ്രദർശിതപദോ മണിദീപിതേന താം ധാരയൻ സകലോ ധന്യതമാപ്രദസ്തേ സ്വയം ത്വമീശ മമ നാശയ രോഗവേഗാൻ ശേഷേണ ഭൂരിവണവാരിതവാരിനാഥ സ്വൈരം പ്രദർശിതപദോ മണിദീപിതേന താം ധാരയൻ സകലോ ധന്യതമാപ്രദസ്തേ സ്വയം ത്വമീശ മമ നാശയ രോഗവേഗാൻ ശേഷേണ ഭൂരിവണവാരിതവാരിനാഥ സ്വൈര്യം പ്രദർശിതപദോ മണിദീപിതേന താം ധാരയൻ സ ഖലു ധന്യതമപ്രദസ്തേ സ്വയം ത്വമീശ മമ നാശയ രോഗവേഗാൻ. അയച്ചോളൂ. മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ശേഷേണ ഭൂരിവണവാരിതവാരിനാഥ ധൈര്യം പ്രദർശിതപദോ മണിദീപിതേന ത്വാന്തരായൻ സഖലു ധന്യതമപ്രദസ്തേ സ്വയം ത്വമീശ മമ നാശയ രോഗവേഗാൽ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശേഷേണ ഭൂരിപണവാരിനാഥ സ്വൈരം പ്രദർശിതപദോ മണിദീപിതേന ത്വാം ധാരയൻ സകലു ധന്യതമപ്രദസ്തേ സ്വയം ത്വമീശ മമ നാശയ രോഗവേഗാൻ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ കൃഷ്ണ. ഭഗവദേവ ഹരേ കൃഷ്ണ. ശേഷേണ ഓരോരുത്തർ വായിക്കുന്നേ എല്ലാവർക്കും വായിക്കാൻ സമയം തരാം. ശേഷേണ പൂരിപണവാരിതവാരിനാഥ സ്വൈരം പ്രദർശിതപദോ മണിദീപിതേന ത്വാം ധാരയൻ സഖലു ധന്യതമപ്രദസ്തേ സ്വയം ത്വമീശ മമ നാശയ രോഗവേഗാൻ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഇനി അടുത്ത ആള് വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ശേഷേണ ഭൂരിപണവാരിതവാരിനാഥ സ്വൈര്യം പ്രദർശിതപദോ മണിദീപിതേന താം ധാരയൻ സഖലു ധന്യതമപ്രദസ്തേ സ്വയം ത്വമീശ മമ നാശയ രോഗവേഗാൻ. ഹരേ കൃഷ്ണ. ഇനി അടുത്ത വായിക്കാത്തോട് വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശേഷേണ ഭൂരിപണവാരിതവാരിനാഥ സ്വൈരം പ്രദർശിതപദോ മണിദീപിതേന താം ധാരയൻ സഖലു ധന്യതമപ്രദസ്തേ സ്വയം ത്വമീശ മമ നാശയ രോഗവേഗാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇനി ആരെങ്കിലും വായിക്കാനുണ്ടോ? വായിച്ചോളൂ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ശേഷേണ ഭൂരിപണവാരിനാഥ സ്വൈരം പ്രദർശിതപദോ മണിദീപിതേന തോയം ധാരയൻ സഖലു ധന്യതമപ്രദസ്തേ. സ്വയം എവിടുന്നുണ്ട്? ഒന്നുകൂടെ. താം താം സ്വയം എന്ന് പറഞ്ഞാൽ താം ധാരയൻ സകലു ധന്യതമപ്രദസ്തേ സോയം ത്വമീശ മമ നാശായ രോഗവേഗാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാനേലും വായിക്കണ്ടോ? ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശേഷേണ ഭൂരിപണവാരിതവാരിനാഥ സ്വൈരം പ്രദർശിതപദോ മണിദീപിതേന ത്വാം ധാരയൻ സകലോ ധന്യതമപ്രദസ്തേ സ്വയം ത്വമീശ മമ നാശയ രോഗവേഗാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശേഷേണ ഭൂരിപണവാരിതവാരിണോവത സ്വൈരം പ്രദർശിതപദോ മണിദീപിതേന ത്വാം ധാരയൻ സകലോ ധന്യതമപ്രദസ്തേ സ്വയം ത്വമീശ മമ നാശയ രോഗവേഗാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സ്വയം ത്വമീശ.
ഹരേ കൃഷ്ണ. ശേഷേണ ഭൂരി വാരിനാഥ സ്വൈര്യം പ്രദർശിതവതോ മണിദീപിതേന ത്വാം ധാരയൻ സകരുധന്യതമപ്രദസ്തേ സോയം ത്വമീശ മമ നാശയ രോഗവേഗാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാരും വായിച്ചോ? ഹരേ കൃഷ്ണ ഭഗവാൻ മാതാജി. അവതാരത്തിലാണ്. വായിച്ചോ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശേഷേന ഭൂരിഫലവാരിതവാരിനാഥ സ്വൈരം പ്രദർശിതപദോ മണിദീപിതേന ത്വാം ധാരയൻ സഖലു ധന്യതമപ്രദസ്തേ സോയം ത്വമീശ മമ നാശയ രോഗവേഗാൻ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. എല്ലാരും വായിച്ചോ? ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. വായിച്ചോ. ശേഷേണ ഭൂരി വാരിനാഥ സ്വൈരം പ്രദർശിതപദോ മണിദീപിതേന ത്വാം ധാരയൻ സഖലു ധന്യതമാ പ്രദസ്തേ സോയം ത്വമീശ മമ നാശയ രോഗവേഗാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാരും നല്ലോണം വായിക്കുന്നുണ്ട്. ഭഗവാന്റെ അവതാരമായിരുന്നു ഈ ദശകത്തില് വിളിച്ചിരുന്നത്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചുമാറ്റം നടത്തി അല്ലേ? ഇനി ആരെങ്കിലും വായിക്കുന്നുണ്ടോ? നമോ ഭഗവതേ വാസുദേവായ. ശേഷേണ പൂരിപണിവാരിത വാരിനാഥ സ്വൈരം പ്രദർശിതപദോ മണിദീപിതേന ത്വാം ധാരയാൻ സഖലു ധന്യതമപ്രദസ്തേ സോ അയം ത്വമീശ മമ നാശയ രോഗവേഗാൻ. ഹരേ കൃഷ്ണ. എങ്ങനെയായിരുന്നു? ഭഗവാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചുമാറ്റം നടത്തിയത്. എന്താ ആദ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് മൊത്തമായിട്ട് പറഞ്ഞിരിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഭഗവാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം കംസനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വാണിംഗ് കൊടുക്കുന്നത് അശരീരി ചെയ്തു. അശരീരി നീവേ ദേവകി ദേവിയുടെ 8ാമത്തെ പുത്രൻ നിന്റെ ഘാതകനായിരിക്കും എന്ന് പറഞ്ഞു. അതിനു വേണ്ടിയിട്ട് കംസന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ചെയ്തോളൂ എന്ന് പറയുന്നു. പിന്നെ ദേവകിയും വസുദേവരെയും പിടിച്ച് കാരാഗ്രഹത്തിലിടുന്നു. കാരാഗ്രഹത്തിലിടുന്നത് മാത്രമല്ല ഭയങ്കര ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടിരിക്കുവാണെന്നുള്ളതാ. പക്ഷെ ഭഗവാനാണോ? ശുക്ലബീജൻ തന്നെ വേണമോ ഭഗവത് അവതാരത്തിനെന്ന് പറയുന്നുണ്ട്. ഭഗവാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ 7ാമത്തെ കുട്ടിയെ നേരത്തെ തന്നെ ബന്ദോബസ്ത് ചെയ്തു കഴിഞ്ഞു. സംഘർഷണനായിട്ട് അതെന്നുണ്ടെങ്കിൽ എവിടെയാ? രോഹിണി ദേവിയുടെ ഗർഭത്തിലായി. എന്നിട്ട് ആ കുട്ടി പ്രസവിച്ചു കഴിഞ്ഞു. ഭഗവാൻ അടുത്തതായിട്ട് ഭഗവാന്റെ അവതാര സമയമാണ്. ഭഗവാന് ദേവകി ദേവിയുടെ ഗർഭത്തിൽ വന്നപ്പോഴത്തേക്ക് ആ സൂര്യഗ്രഹം മൊത്തമാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രകാശമയമായി. അപ്പോഴേ കംസൻ മനസ്സിലായി കഴിഞ്ഞു ഇവനാണ് എന്റെ അന്തകനെന്ന്. പക്ഷെ കംസൻ ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞു, കാലനേമിയുടെ പുനരവതാരമാണ് ഞാന്. പക്ഷെ അന്നും ഭഗവാനാണ് എന്നെ കൊന്നത്. ഇപ്പോഴും ഭഗവാന്റെ കൈകൊണ്ട് തന്നെ എനിക്ക് മരണപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുക്തിയാണ് എനിക്ക് കിട്ടാൻ പോകുന്നത്. അഥവാ ഈ 8ാമത്തെ പുത്രനെ എനിക്ക് കൊന്നു കഴിഞ്ഞാലോ എനിക്കാണെന്നുണ്ടെങ്കിൽ ചക്രവർത്തിയായിട്ട് വാഴുകയും ചെയ്യും. അങ്ങനെ ഏതായാലും ഏത് ഭാഗമായാലും എനിക്ക് യാതൊരു നഷ്ടവുമില്ല. പക്ഷെ എന്താണ് ആ അശരീരി കേട്ടപ്പം തൊട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കംസൻ ഒരേ ഒരു ചിന്തയുള്ളൂ, കൃഷ്ണൻ ദേവകിയുടെ 8ാമത്തെ പുത്രൻ എന്റെ ഘാതകനായിരിക്കും, എന്റെ ഘാതകനായിരിക്കും. അന്നേരം നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും സദാ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, എന്റെ ഘാതകനെ ഇപ്പൊ അവതരിച്ചിട്ടുണ്ട്, എന്റെ ഘാതകൻ ഇപ്പൊ അവതരിച്ചിട്ടുണ്ട്. കൃഷ്ണൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്താലും കൃഷ്ണന്റെ രൂപമാണ് കാണുന്നത്. എവിടെ അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാലും കൃഷ്ണൻ. വൈരാഗ്യ ബുദ്ധിയിലുള്ള ആ ഒരു വൈരാഗ്യ ഭക്തിയാണ് കംസനുണ്ടായിരുന്നത് എന്നുള്ളത്. ആ യഥാർത്ഥത്തിൽ നമ്മളായി കഴിഞ്ഞു കഴിഞ്ഞാലും ശരിയായിട്ടുള്ള കാര്യമല്ലേ. നമ്മളിപ്പോ ആരോടെങ്കിലും നമുക്കൊരു ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നവരെക്കാളും കൂടുതൽ ഓർക്കുന്ന അവരെയാണെന്നുള്ളത്. അങ്ങനെയാ ജൈവജയന്മാര് തന്നെ കണ്ടില്ലേ? ജൈവജന്മാർക്ക് ശാപം കിട്ടിയ സമയത്ത് അവരോട് അവരെന്താ പറഞ്ഞത്? 3 ജന്മം കൊണ്ട് ഞങ്ങൾക്ക് ഭഗവാന്റെ അടുത്ത് വരണം, തിരിച്ച് അങ്ങയുടെ അടുത്ത് വരണം. അതിനു വേണ്ടിയിട്ട് എന്താ വൈരാഗ്യ ഭക്തി തന്നാ മതി എന്ന് പറഞ്ഞത്. യഥാർത്ഥ ഭക്തിയാണെന്ന് 100 ജന്മങ്ങൾ എടുക്കും. പക്ഷെ വൈരാഗ്യ ഭക്തിയാകുമ്പോ എപ്പോഴും സദാ ആ ഒരു കാര്യം മാത്രമായിരിക്കും. ഇപ്പം തന്നെ കാണുന്നില്ലേ എന്തൊക്കെയാ ഒരു കാര്യം, ഒരു കുട്ടികളായി കഴിഞ്ഞാലും വലിയവരായി കഴിഞ്ഞാലും മനസ്സ് നിലച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അതെങ്ങനെ നടത്തി കിട്ടണമെന്നുള്ള ചിന്തകളാണ് പിന്നെന്നുള്ളത്. ഇതേ കംസനും അതേപോലെ പറ്റിയത്. കംസൻ എങ്ങനെയാ ദേവകിയുടെ 8ാമത്തെ പുത്രനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ഘാതകനാവൂന്ന് മനസ്സിലായി. അന്നേരം തൊട്ട് കംസന് ഒരേ ഒരു ചിന്തയുള്ളൂ, എന്റെ ഘാതകനായിട്ടുള്ള ആ ദേവൻ വിഷ്ണു എപ്പോഴാണ് ഈ ഭൂമിയിൽ അവതരിക്കുന്നത്. ആ നാമം അറിഞ്ഞോ അറിയാതെയോ അവന് ഞാൻ ഉച്ചരിച്ചുകൊണ്ടേയിരിക്കുവാണെന്നുള്ളതാ. ഇവിടെ അതേപോലെ തന്നെ
പിന്നെ എന്താ ചെയ്തിരിക്കുന്നത്? ഭഗവാന് ശംഖചക്ര ഗദാരൂപിയായിട്ട് ഭഗവാന് വസുദേവരുടെയും ദേവികയുടെയും മുന്നിൽ വരുന്നുണ്ട്. അവരുടെ പൂർവ്വജന്മ സ്മൃതികളും അവർക്ക് കൊടുക്കുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ജന്മങ്ങളായിട്ട് ഞാൻ നിന്റെ മകനായിട്ടാണ് പിറക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങള് അതികഠിനമായിട്ടുള്ള തപസ്യയെ തന്നെ പ്രീതിപ്പെടുത്തി ഞാൻ നിങ്ങളിൽ പ്രീതനായിട്ട് നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട സമയത്ത് നിങ്ങൾ പറഞ്ഞത് എന്താ? അങ്ങയെ പോലുള്ള കുട്ടി വേണം, അങ്ങയെ പോലുള്ള കുട്ടി വേണം, അങ്ങയെ പോലുള്ള കുട്ടി വേണമെന്ന് 3 തവണ പറഞ്ഞതുകൊണ്ട് ഞാൻ ഓരോരോ നിങ്ങളുടെ ജന്മങ്ങളിലും ഞാൻ നിങ്ങളുടെ മകനായിട്ടാണ് പിറക്കുന്നത്. ഈ ജന്മത്തിൽ ഞാൻ കൃഷ്ണനായിട്ട് ദേവകിയുടെ വസുദേവന്റെ പുത്രനായിട്ട് ജനിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഗോകുലത്തില് അമ്പാടിയില് യശോദയുടെ പുത്രിയായിട്ട് ആര് വരും? യോഗമായ ദേവി വരും. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറ്റി എന്നെ അവിടെ ഗോകുലത്തില് കൊണ്ടുപോകണം. ഗോകുലത്തിൽ നിന്ന് യോഗമായ ഇവിടെ കൊണ്ടുവരണം. നിങ്ങളെല്ലാവരും വിചാരിക്കും ഭഗവാൻ എന്തിനാ ഈ ഗോകുലത്തിൽ പോയി എന്നുള്ളത്. ഭഗവാൻ ഇവിടെ വെച്ച് ആയി കഴിഞ്ഞു കഴിഞ്ഞാലും ഒറ്റയടിക്ക് കംസനെ തീർക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അങ്ങനല്ല. ഭഗവാന്റെ ഓരോരോ ലീലകളുണ്ട്. ഈ ഗോകുലത്തിൽ ചെന്നിട്ടും അതേപോലെ നന്ദഗാവിൽ ചെന്നിട്ടും ഭഗവാൻ എന്തെല്ലാം ലീലകളാ കളിച്ചതെന്ന് അറിയാമോ? വൃന്ദാവനത്തിലായി കഴിഞ്ഞു കഴിഞ്ഞാലും ഭഗവാന്റെ ഓരോ ലീലകൾക്ക് വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ഭഗവാനെ ലീലയാടാൻ വേണ്ടിയിട്ടാണ്, ഭക്തന്മാരുടെ കൂടെ ലീലയാടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള അവതാരങ്ങൾ എടുക്കുന്നത് പോലും എന്നുള്ളതാന്നുള്ളത്. കൃഷ്ണൻ എന്ന് പറഞ്ഞ് കൃഷ്ണന്റെ അവതാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപൂർണ അവതാരമാണെന്നുള്ളത്. അങ്ങനെയാ ഭഗവാന്റെ ലീലകൾ. ഇവിടെ അമ്പാടി വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയുമോ? ഈ യശോദയും നന്ദഭാവ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് അവര് വസുക്കളായിരുന്നു. വസുക്കള് ഭൂമിയിൽ അവതാരം എടുക്കണമെന്ന് പറഞ്ഞു. ധരയും ദ്രോണരും എന്നായിരുന്നു. ധരയായിരുന്നു യശോദ, ദ്രോണരാണ് നന്ദഭാവയായിട്ട് വന്നിരിക്കുന്നത്. അവരോട് ബ്രഹ്മദേവൻ എന്താ പറഞ്ഞത്? നിങ്ങൾ പോയിട്ട് ഭൂമിയിൽ ജനിക്കണം. പക്ഷെ അവര് പറഞ്ഞു ഞങ്ങൾ ഭൂമിയിൽ ജനിക്കാം, പക്ഷെ ഒരു കാര്യമുണ്ട്, സാക്ഷാൽ ഭഗവാന്റെ ബാലലീലകൾ മൊത്തം കണ്ട് ആനന്ദിക്കാനുള്ള ആ ഒരു അവസരം ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞു. അന്നേരം ബ്രഹ്മാവ് എന്താ പറഞ്ഞേ? തഥാസ്തു പറഞ്ഞു കഴിഞ്ഞു. ഭഗവാൻ ബ്രഹ്മാവിന്റെ വാചകം അവിടെ സത്യമാക്കി തീർക്കണമെന്നുള്ളത്. അങ്ങനെയാണ് ഈ ദ്രോണരും ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നു. ഗോകുലത്തില് നന്ദഭാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുക്കളുടെ മുഖ്യനാണ്. അദ്ദേഹത്തിന്റെ പ്രിയപത്നിയാണ് യശോദാദേവി. അവരുടെ അടുത്ത് വന്നിട്ട് ഭഗവാൻ ലീലകൾ കാണിക്കണമല്ലോ. അല്ലെങ്കിൽ മധുര വെച്ച് തന്നെ ഭഗവാൻ കുഞ്ഞായിട്ട് ഇരിക്കുമ്പോൾ തന്നെ കൊല്ലാവുന്നതേ ഉള്ളൂ. പക്ഷെ അങ്ങനല്ല. ഓരോരോ കാര്യങ്ങളും സാധിക്കാൻ വേണ്ടിയിട്ടാണ്, അത് ആഗ്രഹ സബലീകരണത്തിന് വേണ്ടിയിട്ടാണ് ഈ പൂർണ്ണാവതാരമായിട്ടുള്ള കൃഷ്ണൻ. ഭക്തരുടെ ആഗ്രഹ സബലീകരണത്തിനാണ് പൂർണ്ണാവതാരമായിട്ട് കൃഷ്ണൻ ഈ ഭൂമി വന്നിരിക്കുന്നതെന്നുള്ളത്. അങ്ങനെ അവിടെ വെച്ച് തന്നെ കംസനെ കൊണ്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ ഈ യശോദയോടും പിന്നെ ആണെന്നുണ്ടെങ്കിൽ നന്ദഭാവയോടും ബ്രഹ്മാവ് പറഞ്ഞ സത്യം പാലിക്കാൻ പറ്റില്ലല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാന്റെ ഇതൊക്കെ എന്ന് പറഞ്ഞ ഒരു ഇന്നർ ലീലകളാണെന്നുള്ളത്. ഇതൊന്നും നമുക്ക് മനസ്സിലാവില്ല. ഭഗവാനെ ഒരിക്കലും നമുക്ക് മനസ്സിലാവില്ല. ഭഗവാന്റെ കാര്യങ്ങൾ നമുക്ക് ഒന്നും മനസ്സിലാവില്ല എന്നുള്ളത്. ഭഗവാനെ എങ്ങനെയൊക്കെയാ ഏതൊക്കെ രീതിയിലാണ് ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നതെന്ന് പറയാനേ പറ്റില്ല എന്നുള്ളത്. ഭീഷ്മ മഹാപിതാമഹന്, ആ ഭീഷ്മ പിതാമഹനാണെന്നുണ്ടെങ്കിൽ ശരശയ്യയിൽ കിടക്കുക ഒരു മാസക്കാലം എന്നുള്ളതാണ്. ശരീരത്തിലെ രക്തമെല്ലാം വാർന്നുപോയി. രക്തമെല്ലാം വാർന്നു പോയിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ധർമ്മപുത്രർക്ക് ഉപദേശം കൊടുക്കാൻ വേണ്ടിയിട്ട് സാക്ഷാൽ ഭഗവാൻ തന്നെയാണെന്നുണ്ടെങ്കിൽ ശരശയ്യ കിടക്കുന്ന ഭീഷ്മരുടെ അടുത്ത് കൊണ്ടുവരുന്നു. കാരണം ദ്രൗപതിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് കടകടാന്ന് ചിരിക്കുന്നു? എന്താ അന്യായത്തിന്റെ കൂടെ നിന്നതാണ് ഭീഷ്മ പിതാമഹ. എന്താ ദുര്യോധനനൊപ്പം അല്ലേ നിന്നത്? ഭീഷ്മ പിതാമഹക്ക് അറിയാമായിരുന്നു ഇത് നടക്കുന്നതെല്ലാം എന്താണ് അധർമ്മമാണ് നടക്കുന്നത്. പക്ഷെ അങ്ങനെ ബന്ധനസ്ഥനായിരുന്നു. തിന്ന ചോറിന് കൂറുവാണിക്കുക എന്ന് പറയില്ലേ. അന്നേരം ദ്രൗപദി അവിടെ ചിരിച്ച സമയത്ത് ദ്രൗപദിയോട് പറയുന്ന, മകളെ നീ ചിരിക്കുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. പക്ഷേ ആണെന്നുണ്ടെങ്കിൽ അവനിൽ നിന്ന് കിട്ടിയ ഉണ്ട ചോറിന്റെ എല്ലാ രക്തവും എന്നിൽ നിന്നിട്ട് വാർന്നു പോയിന്ന്. ഭഗവാൻ ആ ശരശയ്യയിൽ കിടത്തിക്കൊണ്ട് ആ ധർമ്മപുത്രക്കാണെന്നുണ്ടെങ്കിൽ ഉപദേശം കൊടുക്കുന്നത്. അതേപോലെ തന്നെ ധർമ്മപുത്രരോട് അതെന്നുണ്ടെങ്കിൽ ഭീഷ്മ പിതാമഹ പറയുന്നു, നീ വിചാരിക്കുന്ന എന്താ നിന്റെ കൂടെയാണെന്നുണ്ടെങ്കിൽ സഖയായിട്ടല്ലെന്നുണ്ടെങ്കിൽ നിന്റെ അമ്മാവന്റെ മകനായിട്ടാണ് ഇവനെ നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ അല്ല. ഓം വിശ്വം വിഷ്ണുഷ്ടകാരോ ഭൂതഭവത്പ്രദോ ഭൂതഭൃത്പാവോ ഭൂതാത്മാ ഭൂതഭാവന. എല്ലാ ഭൂതങ്ങളുടെയും ഉള്ളിലിരിക്കുന്നതായിട്ടുള്ള ആ അന്തരാത്മിയായിട്ടുള്ള ഭഗവാനാണ് നിന്റെ കൂട്ട് കളിച്ചും ചിരിച്ചും ഇങ്ങനെ നടക്കുന്നത്. നീ അങ്ങനെ നിന്റെ സഖേതിയ അല്ലെങ്കിൽ യാദവന അല്ലെങ്കിൽ കൃഷ്ണനാ എന്ന് പറഞ്ഞ് നടക്കണ്ട. ഭഗവാനാണ്, സാക്ഷാൽ ഭഗവാനാണ് ഈ നിന്റെ കൂടെ നിൽക്കുന്നതെന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ വിഷ്ണു സഹസ്രനാമം ആ യുദ്ധക്കളത്തില് ഭഗവാൻ ഭീഷ്മര് ശരശയ്യെ കിടന്നുകൊണ്ട് ഭഗവാനെ കണ്ടുകൊണ്ട് പറഞ്ഞതാണ് ഈ വിഷ്ണു സഹസ്രനാമം. അതുകൊണ്ടാണ് ഈ വിഷ്ണു സഹസ്രനാമത്തിന് ഇത്രയും പ്രാധാന്യം എന്ന് പറയുന്നതെന്നുള്ളതാണ്.
എന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാ നമ്മള് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ. ഇപ്പൊ ഇവിടെ തന്നെ ഈ ശരശയ്യയിൽ ഇപ്പൊ ഇവര് എല്ലാവരും കൊണ്ടുവന്ന് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയുമോ? ഉത്തരായനം വരാൻ വേണ്ടിയിട്ട് ഈ ഭീഷ്മ പിതാമഹയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കാത്തു കിടക്കുക. പറഞ്ഞിട്ടുണ്ട് ഇച്ഛാമൃത്യുവിന്റെ വരം കിട്ടിയിട്ടുണ്ട്. ആ ഇച്ഛാമൃത്യുവിന്റെ വരത്തില് ഇങ്ങനെ കാത്തു കിടക്കും ഉത്തരായനം വരാൻ വേണ്ടിയിട്ട്. ദക്ഷിണായനത്തിൽ പോയി കഴിഞ്ഞാൽ ദക്ഷിണ ദിക്കിലേക്കാണ് പോകുന്നത്. ഉത്തരായനം എന്ന് പറഞ്ഞാൽ ജനുവരി 14 തൊട്ട് പറയത്തില്ലേ, അങ്ങനെ ജൂൺ മാസം വരെ എന്നുള്ളതാ പറയുന്നത്. അന്നേരം അതിനു വേണ്ടിയിട്ട് കാത്തുകിടക്കുന്ന പിതാമഹയുടെ അടുത്തേക്ക് സാക്ഷാൽ ഭഗവാൻ വന്നത് എന്തുകൊണ്ടാ? എന്നെ കണ്ടുകൊണ്ട് തന്നെ ഭീഷ്മര് മരിക്കട്ടെ, ഭീഷ്മര് തന്റെ അവസാന കാലം നയിക്കട്ടെ എന്നുള്ള. അന്നേരം ഭഗവാനെ കണ്ടുകൊണ്ട് തന്നെയാ. അതും ഏത് രൂപത്തിലാ? നമ്മൾ ഇച്ഛിക്കുന്ന ഏത് രൂപമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രൂപത്തിലാ ഭഗവാൻ അവർക്ക് ദർശനം കൊടുക്കുന്നതെന്നുള്ളതാ. ഈ ഭീഷ്മ പിതാമഹ എങ്ങനെ ഇച്ഛിച്ചെന്നറിയാമോ? അതെന്നുണ്ടെങ്കിൽ കുരുക്ഷേത്രത്തിലെ യുദ്ധക്കളത്തിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലും ഭീഷ്മരെയാണെന്നുണ്ടെങ്കിൽ കൊല്ലാൻ പറ്റുന്നില്ല. അർജുനനെ ഇപ്പം കൊല്ലുമെന്നുള്ള രീതി വന്നിരിക്കും. അങ്ങനെ ആയ സമയത്തുണ്ടല്ലോ ഭഗവാനും പറഞ്ഞിട്ടുണ്ട് നേരത്തെ, ഞാൻ ആയുധം ഒരിക്കലും എടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ പ്രതിജ്ഞ എല്ലാം മറന്നു എന്നുള്ളതാ. എന്റെ ഭക്തനായിട്ടുള്ള അർജുനനെ ഇങ്ങനെ ഈ ഭീഷ്മപിതാമഹനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ തേരവിടെ നിർത്തിയിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ തേരിന്റെ ചക്രം ഊരിക്കൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചില ഫോട്ടോകളിൽ കാണുന്നുണ്ട് മുടിയെല്ലാം ഇങ്ങനെ പറന്ന് കിടക്കുന്നതിന്റെ ഭഗവാന്റെ ഉത്തരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കാറ്റിൽ ഉടഞ്ഞിങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ അതോ ശരീരം മൊത്തം അതുകൊണ്ട് പൊടിപടലമാ അങ്ങനെ നിറഞ്ഞിട്ടുള്ള ആ ഒരു രൂപമായിട്ട് ചക്രം എടുത്തുകൊണ്ട് ഭീഷ്മരെ കൊല്ലാൻ വേണ്ടിയിട്ട് പോകുന്നു. ഭീഷ്മരാണെന്നുണ്ടെങ്കിൽ തൊഴുകയോട് പറയുന്നു, ഭഗവാനെ അങ്ങയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, അങ്ങ് പറഞ്ഞു ഞാന് യുദ്ധക്കളത്തില് ആയുധം എടുക്കില്ലെന്ന്. പക്ഷെ ഞാൻ പ്രതിജ്ഞ ചെയ്തു. എന്ത് പ്രതിജ്ഞ ചെയ്തു? ഞാൻ അങ്ങയെ കൊണ്ട് ആയുധം എടുപ്പിക്കും എന്നുള്ളത്. പക്ഷെ അങ്ങയെ കൊണ്ട് ആയുധം എടുപ്പിച്ചല്ലോ ഞാന്. അന്നേരം ഭഗവാനെ അങ്ങയുടെ ആ കൃപാകടാശം എന്താണ്? ഭഗവാന്റെ അങ്ങയുടെ പ്രതിജ്ഞയെ അവിടെ ലംഘിച്ചു കൊണ്ടായി കഴിഞ്ഞാലും ഭഗവത് ഭക്തന്മാരുടെ പ്രതിജ്ഞയെ നിറമാറ്റാൻ വേണ്ടിയിട്ട് അങ്ങ് ഈ രൂപം എടുത്തല്ലോ ഭഗവാനെ എന്ന് അന്ന് യുദ്ധക്കളത്തിൽ വെച്ച് പറഞ്ഞു. അതേ രൂപമായിരുന്നു ഇവിടെ ഭീഷ്മർക്ക് കാണേണ്ടിയിരുന്നത്. അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ എന്താ ആ രൂപത്തിൽ അവിടെ പ്രത്യക്ഷമായി കൊടുത്തു എന്നുള്ളതാ. അങ്ങനെ ഭഗവാന്റെ ആ തിരുമുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ ഭീഷ്മപിതാമഹ തന്റെ ശരീരം വെടിഞ്ഞു എന്നുള്ളതാണ്. അത് ആലോചിച്ച് നോക്കുമല്ലോ. ഭഗവാൻ ആ ഭക്തന്മാരെ ഏത് രീതിയിലൊക്കെ കാക്കുമെന്ന് നമുക്ക് പറയാനേ പറ്റില്ല എന്നുള്ളത്. നമ്മളെ ആയിക്കഴിഞ്ഞാലും ദൈനംദിന ജീവിതത്തിൽ ഭഗവാൻ എപ്പോഴെങ്കിലും നമ്മുടെ കൂടെയൊക്കെ എത്രയോ കാര്യങ്ങളെ നമ്മളെ രക്ഷിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? അതാ പറയുന്നത്, ഭഗവാന് നമ്മൾ 10 അവതാരം 24 അവതാരം ഒന്നുമല്ല, കോടിക്കണക്കിന് അവതാരങ്ങളാണ്. അതിന് നമുക്കറിയുന്നില്ല. നമ്മുടെ കൂടെ ഭഗവാൻ ചിലപ്പോൾ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഭഗവാൻ അവതാരം എടുത്തു കാണും എന്നുള്ളത്. ആ ഭക്തപ്രിയനായിട്ടുള്ള ആ വത്സലനെയാണെന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞില്ലല്ലേ, ശേഷേണ ഭൂരിപണമാരിതമാരിനാഥ, ഇതെല്ലാരും വായിച്ചല്ലോ അല്ലെ? അന്നേരം അങ്ങനെ വസുദേവരാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ശേഷനാഗം ആദിശേഷനായിട്ടുള്ള ബലരാമനായിട്ടാണ് ഈ അവതാരത്തില് ഭഗവാന്റെ കൂടെ വന്നിരിക്കുന്നത്. അത് എന്തായിട്ടാ വന്നിരിക്കുന്നത്? ജ്യേഷ്ഠനായിട്ടാ വന്നിരിക്കുന്നത്. എന്താ ജ്യേഷ്ഠന്മാര് പറഞ്ഞ അനിയന്മാര് കേൾക്കണമല്ലോ. പക്ഷെ ശ്രീരാമാവതാരത്തിൽ ത്രേതായുഗത്തിൽ എന്നാ പറ്റിയത്? ശ്രീരാമന്റെ അനിയനായിട്ടായിരുന്നു ലക്ഷ്മണൻ വന്നിരുന്നുള്ളത്. അനന്തശേഷന് വന്നേ. ഭഗവാൻ എപ്പോ അവതാരം എടുത്തു കഴിഞ്ഞാലും ഭഗവാന്റെ പാർഷദന്മാരെല്ലാവരും ഭഗവാന്റെ കൂടെ വരുമെന്നുള്ളതാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ബലരാമൻ എന്ത് ചെയ്തത്? ശേഷനാഗമായിട്ടുള്ള ബലരാമനാണെന്നുണ്ടെങ്കിൽ ജ്യേഷ്ഠനായിട്ട് വന്നു. എന്തുകൊണ്ടാ? അനിയൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പം ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുമല്ലോ, അതിനു വേണ്ടിയിട്ടാ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി അങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ഭയങ്കര ഘോരമായിട്ടുള്ള മഴയല്ലേ, അതിന് എന്ത് ചെയ്തു? ആദിശേഷനാണെന്നുണ്ടെങ്കിൽ തന്റെ പണം വിരിച്ച് കൊടയായിട്ട് നിന്നു കൊടുത്തു എന്നുള്ളതായിതാ. ശേഷേണ പൂരിവണമാരിതമാരിനാഥാ സ്വൈര്യം പ്രദർശിത പദോ മണിദീപിതേന. ശേഷനാരത്തിന് എങ്ങനെയാ? ഭയങ്കര മണിയുണ്ടല്ലോ, ആ മണിയുടെ പ്രകാശത്തിലും ഇങ്ങനെ പോകുന്ന വഴികളെല്ലാം ശരിക്ക് കാണാൻ പറ്റും. താം ധാരയൻ സകലു ധന്യതമ പ്രദസ്തേ, താം ധാരയൻ സകലു ധന്യതമേ പ്രദിഷ്ടേ. ഭഗവാൻ അങ്ങനെ അത്യന്തം ഭാഗ്യശാലിയായിട്ടുള്ള വസുദേവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുഞ്ഞിനെ മാറോട് ചേർത്തുകൊണ്ട് പോകുന്നു. അല്ലയോ ഗുരുവായൂരപ്പ സ്വയം ത്വമീശമമനാശയ രോഗവേഗാൻ. അങ്ങനെയുള്ള ആ ഭഗവാനെ, എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ആ ഭഗവാനെ, പൊന്നു ഭഗവാനെ, എന്റെയും നാശയ രോഗവേഗാൻ, എന്റെയും ഈ രോഗത്തിനെ മാറ്റിത്തരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഭക്ഷണതിരിപ്പാട് ഇവിടെ
നിർത്തുന്നത്. ഇവിടെ സർവത്ര പറയേണ്ട ആവശ്യമില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പിന്നെ അങ്ങോട്ട് തുടർച്ച തന്നെയാണ്. എന്നാലും നമുക്ക് ഇവിടെ വെച്ചിട്ട് ഒരു സർവത്ര പറഞ്ഞേക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള പേരെന്താ അറിയാമോ? ഗോവിന്ദൻ എന്നും ഗോപാലൻ എന്നും വിളിക്കുന്നത്. ഭഗവാനാണെന്നുണ്ടെങ്കിൽ ദ്വാരകാപുരിയിലാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ ആരായിരുന്നു? ചക്രവർത്തി അല്ലായിരുന്നു. പക്ഷെ ആ ഭഗവാന് ചക്രവർത്തി പദം അല്ല വേണ്ടുന്നത്. അവിടെ ദ്വാരകയിൽ ഇരുന്നിട്ട് എത്രയോ ദിവസങ്ങളിൽ ഭഗവാൻ കരയുന്നത് കണ്ടിട്ടുണ്ടെന്ന് അറിയാമോ? വൃന്ദാവനത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഗോപാലചർക്കന്മാരാന്നുള്ളതാ. അങ്ങനെയൊന്നും അവർക്ക് ഒന്നും ഒരു വൃത്തിയോ വീടോ വൃത്തിയോ അങ്ങനെയുള്ള ഒന്നും അവർക്കറിയില്ല. അവര് സ്കൂളിന്റെ വരാന്ത പോലും കണ്ടിട്ടില്ല എന്നുള്ളത്. അങ്ങനെയുള്ള ആ വൃന്ദാവനത്തിലെ ഗോപന്മാർക്കും ഗോപികമാർക്കും വേണ്ടിയിട്ട് ഭഗവാൻ എന്തെല്ലാം ലീലകളാടിയുള്ള എത്ര അസുരന്മാരെയൊക്കെ കൊന്നിരിക്കുന്നതെന്ന് നോക്കുപോലും. ആ ഭഗവാനെ ഇന്നാരെന്നോ അല്ലെങ്കിൽ വലിയവനെന്നോ ചെറിയവനെന്നോ ഒന്നുള്ള ഒരു വ്യത്യാസവും ഇല്ല എന്നുള്ളത്. ഭഗവാന്റെ ആ വൃന്ദാവന ലീലയാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ലീല എന്നുള്ളതാണ്. ആ വൃന്ദാവന ലീലയില് ഭഗവാന് എപ്പോഴും ആ ദ്വാരകയിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും എന്തായിരുന്നു? ഭഗവാന്റെ മനസ്സ് മൊത്തം എവിടെയായിരുന്നു? വൃന്ദാവനത്തിലാണെന്നുള്ളത്. അങ്ങനെ ആ ഗോപന്മാരുടെയും ഗോപികമാരുടെയും ഇടയില് ആ പശുക്കളുടെ ഇടയില് ചാണകമല്ലേ അത് ഒന്ന് ആലോചിച്ച് നോക്കുമല്ലോ. ഇപ്പോഴായി കഴിഞ്ഞാലും നമുക്ക് വൃന്ദാവനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഇന്ന് ഉള്ളം ഗ്രാമത്തിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പശുക്കളെ ഇങ്ങനെ വെളിയിൽ അവിടെ മൊത്തം ചാണകം. പക്ഷെ ഇപ്പം ഉണ്ടല്ലോ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യോഗി വന്നതിന് ശേഷം അവർക്കൊക്കെ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ്സ് വന്നിട്ടുണ്ട്. ഒരുപാട് പൈസ കൊടുക്കും, അങ്ങനെ റോഡുകളൊക്കെ ആക്കുകയും അങ്ങനെയൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷെ ഒരു 10 വർഷം മുമ്പിട്ട് നമ്മളുണ്ടല്ലോ ഈ അക്രൂർ ഘട്ടിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ മൊത്തം അങ്ങ് ചാണകമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് കാലെടുത്ത് അങ്ങോട്ട് വെക്കാൻ പറ്റില്ല. എല്ലാവരും വൃന്ദാവനത്തിൽ വരുന്ന സമയത്തുണ്ടല്ലോ എല്ലാവരും വൃന്ദാവനം വൃന്ദാവനം എന്നും പറഞ്ഞ് വരും. പക്ഷെ ആ വൃന്ദാവനത്തിൽ വരുന്ന സമയത്ത് എന്തുവാന്ന് എല്ലാവരും ശ്രദ്ധിക്കുന്ന എന്തുവാ? പശു, പിന്നെ ചാണകം, പിന്നെ അതെന്നുണ്ടെങ്കിൽ എന്താ കുരങ്ങന്മാര്, പിന്നെ പൂച്ച, പട്ടി, അങ്ങനെയുള്ള കാര്യങ്ങളെ അവർ ശ്രദ്ധിക്കുന്നുള്ളതാണ്. മായ വന്നവരെ അങ്ങ് കവർ ചെയ്യുക. പക്ഷെ നമ്മൾ ഇത്രയും ഓർത്താൽ മതി. ഈ കുരങ്ങന്മാർക്ക് വേണ്ടിയിട്ട് ഭഗവാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വെണ്ണ കട്ടുകൊണ്ട് പോയിട്ട് നുള്ളി നുള്ളി അവർക്ക് കൊടുത്തെന്നുള്ളതാണ്. അന്നേരം ഇവരും ആരായിരുന്നു? പണ്ട് യോഗീന്ദ്രന്മാരായിരുന്നു. അന്നേരം ആ യോഗീന്ദ്രന്മാരെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വൃന്ദാവനത്തിൽ ജനിപ്പിച്ചിരിക്കുന്ന അവർക്ക് മോശപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ഭഗവാന്റെ ധാമിലേക്ക് ഭഗവാന്റെ സഹചാരികളായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ജന്മം ഭഗവാൻ കൊടുത്തിരിക്കുന്നതെന്നുള്ളത്. അങ്ങനെ വൃന്ദാവന ലീലയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഭയങ്കരമായിട്ടുള്ള രസമാണ് നമുക്ക് വരാൻ പോകുന്നത്. യോഗമായ പ്രാദുർഭാവവും ഗോകുലത്തിലെ കൃഷ്ണ ജന്മോത്സവവുമാണ്. ഭഗവാനെ അങ്ങനെ നമുക്ക് അന്നുണ്ടെങ്കിൽ യശോദമ്മയുടെ അടികെ കൊണ്ടു ചെന്നിട്ട് നമ്മൾ വെച്ചിരിക്കുന്നു. എന്നിട്ട് ഇനി നാളെ നമുക്ക് കൃഷ്ണന്റെ ജന്മോത്സവം ആഘോഷിക്കാം. ഇത്രയും ഭഗവാന്റെ തൃപ്പാദത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. സമയം ഒരുപാടായി കഴിഞ്ഞു. എത്ര പറഞ്ഞാലും തീരില്ല. അങ്ങനെയാണ് ഭഗവാന്റെ ലീലകള്. അതുകൊണ്ട് ഗുരുവായൂരപ്പ എല്ലാവരെയും രക്ഷിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്തി നാളെ നമുക്ക് കൃഷ്ണ ജന്മോത്സവം ആഘോഷിക്കാം. ഹരേ കൃഷ്ണ, ഹരി ഓം.